ഹായ് ഗായ്സ്, എനിക്കിന്നൊരു ലഡ്ഡു കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നോക്കിയപ്പോൾ ബീട്രൂട്ട് ഇരിക്കുന്നു. ബീട്രൂട്ട് ഏതായാലും കറി വെച്ചാൽ നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ ലഡ്ഡു ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയാലോ. അങ്ങനെ ബീട്രൂട്ട് നല്ലോണം കഴുകി മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ലൊരു തുണി വെച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് ആണെങ്കിൽ ബ്ലഡ് വെക്കാൻ നല്ലതാണെന്നൊക്കെ പറയണ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ സൗന്ദര്യത്തിന് നല്ലതാണ് കേട്ടോ ബീട്രൂട്ട്. അങ്ങനെ ബീട്രൂട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാനിലേക്ക് നെയ്യാണ് കേട്ടോ. നെയ്യിന് പറഞ്ഞ് ഞാൻ ഡാൽഡ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ റവ ആണ് എടുത്തിരിക്കുന്നത്. റവ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പീര് ഇടണം കേട്ടോ. അതിനുശേഷം കുറച്ച് പഞ്ചാരയും കൂടി ഇടണം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് പിഴിഞ്ഞ് വെച്ച ബീട്രൂട്ട് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ഡാൽഡയും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് ഉണ്ട പോലെ ആക്കണം. ഇതിന്റെ ഒപ്പം തന്നെ നെയ്യും കുറച്ച് ഏലക്കായും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് നമുക്ക് നല്ല 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ബീട്രൂട്ട് ആകുമ്പോഴത്തേനും അവർ കറി വെച്ചൊന്നും തിന്നൂലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു ഡെക്കറേഷനോട് കശുവണ്ടിയൊക്കെ വെച്ച് കൊടുക്കണം. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ മിലിക്കും ഇഷ്ടപ്പെട്ട്, മിലി നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ള താങ്ക് യു.